ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ എപ്പിസോഡിൽ ഞാൻ കുറേ പേർക്ക് ഡൗട്ടുള്ള ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പോണ്. അതായത് ഏത് വർക്കൗട്ട് സ്പ്ലിറ്റ് നമ്മൾ ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ലിഫ്റ്റർ ആണെങ്കിൽ ഏത് വർക്കൗട്ട് സ്പ്ലിറ്റ് ആണ് ബെറ്റർ എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ എനിക്കിന്ന് ചെസ്റ്റും ബാക്കുമാണ്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഇടയിൽ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് സ്പ്ലിറ്റ് തിരഞ്ഞെടുക്കണതിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചൂസ് വാട്ട് യു ലൈക്ക് എന്നുള്ള രീതിയിലാണ്. കാരണം നിങ്ങൾക്ക് ജിമ്മിലേക്ക് വരുമ്പോൾ ഏതാണോ ചെയ്യാൻ താല്പര്യം, ഏത് സോർട്ട് ഓഫ് വർക്കൗട്ടാണ്, ഏത് സോർട്ട് ഓഫ് സ്പ്ലിറ്റാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ചൂസ് ചെയ്യുക. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ സ്പ്ലിറ്റ് അടിച്ചാൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോൾസ് അഡ്വൈസ് ആവും. അപ്പോൾ ചൂസ് വാട്ട് യു ലൈക്ക്, അതാണ് ഫസ്റ്റ് മെയിൻ കാര്യം സ്പ്ലിറ്റിൻ്റെ ഡീറ്റെയിലേക്ക് പോണേക്കാൻ മുന്നേ. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞു, ഞാൻ ഫ്ലാറ്റ് അടിച്ച 2 സെറ്റ്. പിന്നെ എനിക്ക് വർക്കൗട്ട് സ്പ്ലിറ്റിനെ പറ്റി പറയാനുള്ളത്, ഏതെങ്കിലും ഇപ്പോൾ കുറേ സ്പ്ലിറ്റ്സ് നമുക്ക് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും, യൂട്യൂബിൽ നോക്കിയാലും ലോട്ട് ഓഫ് സ്പ്ലിറ്റ്സ് അത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പ്ലിറ്റ് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റായിട്ട് തിരഞ്ഞെടുക്കുക. അത് ഒരു 1 മന്ത് 2 മന്ത്സിന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഇത് എനിക്ക് കറക്റ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ റിക്കവറി പ്രോപ്പർ ആവുന്നുണ്ടോ എന്നുള്ള രീതിയിലനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ അതിനെ മോഡിഫൈ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്പ്ലിറ്റ്, റാൻഡമായിട്ടുള്ള സ്പ്ലിറ്റ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീനിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സ്പ്ലിറ്റ്. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്. ഏതെങ്കിലും ഒരു സ്പ്ലിറ്റ് കണ്ടുപിടിക്കുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഒരു ഇനീഷ്യൽ പോയിന്റ് ആയിട്ട്. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. നിങ്ങൾക്ക് എത്ര വട്ടം ഒരാഴ്ചയിൽ റിപ്പീറ്റഡ് ആയിട്ട് അപ്പോൾ സെയിം മസിൽ ഗ്രൂപ്പിനെ തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് പുഷ് പുൾ ലെഗ്സ്. അപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പോൾ എനിക്ക് ചെസ്റ്റ് 2 വട്ടം ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ മസിലേക്ക് 2 വട്ടം ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീക്വൻസി അപ്പോൾ ഒരു മേജർ ഫാക്ടറാണ് നിങ്ങൾ സ്പ്ലിറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യേണ്ടത്. കാരണം എത്ര നമ്പർ ഓഫ് ടൈംസ് നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നു, അത്രയ്ക്കും ഗ്രോത്ത് അല്ലെങ്കിൽ അത്ര ടൈംസ് ഹൈപ്പോട്രോഫി ഉണ്ടാവും. ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു മസിലിനെ 2 to 3 ടൈംസ് റിപ്പീറ്റഡായി ഹിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മച്ച് ബെറ്റർ. അതിന് മുകളിലേക്ക് പോണത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും എൻ്റെ ഒപ്പീനിയനിൽ. അപ്പോൾ ഫ്രീക്വൻസിയും കൂടി നിങ്ങൾ മൈൻഡിൽ വെക്കുക നിങ്ങളൊരു പെർട്ടിക്കുലർ സ്പ്ലിറ്റിനെ എടുത്ത് കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു ബെസ്റ്റ് വർക്കൗട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഓരോരുത്തർക്കും അത് സബ്ജക്റ്റഡ് ആണ്. പിന്നെ ഏറ്റവും കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്യിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിക്കവറി തന്നെയാണ്. നിങ്ങളിപ്പോൾ ഏത് സ്പ്ലിറ്റ് വേണ്ടി തിരഞ്ഞെടുത്താൽ നിങ്ങൾ അത് ദ ബെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് റിഗാർഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും അതിലിപ്പോൾ നിങ്ങൾക്ക് റിക്കവറി പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് റിക്കവർ ആവാൻ പറ്റണില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. ആ സ്പ്ലിറ്റ് എന്താ പറയുക നേരെ മാറ്റേണ്ടി വരും നിങ്ങൾ. അപ്പോൾ ഏതൊരു സ്പ്ലിറ്റ് അറേഞ്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റ് തിരഞ്ഞെടുക്കുമ്പോഴും ആ സ്പ്ലിറ്റ് ഒരാഴ്ച ട്രൈ ചെയ്തിട്ട് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടോ നോക്കുക. റിക്കവർ ആവാൻ പറ്റുന്നില്ലെങ്കിൽ വോളിയം കുറയ്ക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ടും പറ്റണില്ലെങ്കിൽ സ്പ്ലിറ്റ് മാറ്റാനുള്ള ടൈമാണത്. ഇപ്പോൾ ഞാൻ ചെസ്റ്റ് ആൻഡ് ബാക്കാണ് ചെയ്യണേ. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് പ്ലാൻ ചെയ്തിടാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് എന്താ പറയുക വെച്ചാൽ 6 ഡേയ്സ് ട്രെയിൻ ചെയ്യണോ 5 ഡേയ്സ് ട്രെയിൻ ചെയ്യണോ എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 5 ഡേയ്സ് ട്രെയിൻ ചെയ്യണം. ആസ് ഓഫ് നോ കറൻ്റ്ലി ഞാൻ പുഷ് പുൾ ലെഗ്സ് ആണ് ചെയ്യണം, 6 ഡേയ്സ് ആണ്. ഞാനൊരു സർപ്ലസിലൊക്കെ പോകുമ്പോൾ ഞാൻ 5 ഡേയ്സാണ് ട്രെയിൻ ചെയ്യാറ്. 3 ഡേയ്സ് ഇൻ 1 ഡേയ്സ് ഓഫ്, 2 ഡേയ്സ് ഇൻ വീണ്ടും ഓഫ്. ഞങ്ങൾക്ക് കുറേ വീഡിയോസ് കാണും ഇപ്പോൾ, അതായത് നാച്ചുറൽ ബോഡി ബിൽഡേഴ്സിൻ്റെ, ഇന്ത്യയിലുള്ളവരുടെയും പക്ഷേ കൂടുതൽ എബ്രോഡുള്ള ആൾക്കാരുടെ. അപ്പോൾ അവരുടെ ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വോളിയം ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ്, ഇൻറ്റൻസിറ്റി അങ്ങേയറ്റം. പക്ഷേ ഒരു 5 ഡേയ്സ് ചില ഒരു 4 ഡേയ്സൊക്കെ ട്രെയിൻ ചെയ്യുന്നുള്ളൂ.
പക്ഷെ അവരുടെ ബോഡിയും അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഉണ്ട്. നാച്ചുറൽ പ്രോ കാർഡ് വിന്നിങ് അത്ലറ്റ്സിനെ ഞാൻ ഇപ്പോൾ പറയണം. അപ്പോൾ എനിക്കും ഞാൻ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ വോളിയം കണ്ടു നോക്കിയാൽ അത്യാവശ്യം കുറവാണ്, പക്ഷെ ഭയങ്കര ഇൻറ്റൻസിറ്റിയാണ്. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വർക്ക് ആവണമുണ്ട്. 6 days ട്രെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ പ്രിഫറൻസാണ്. നിങ്ങൾ പ്രോപ്പറായി റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ 6 days സ്മാഷ് ഇറ്റ്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം നിങ്ങളുടെ ഒരു വർക്കൗട്ട് റൂട്ടീൻ. 5 days ആവാം, ചിലർക്ക് 4 days വരെ വർക്കാവും. അപ്പോൾ അതും കൂടി മൈൻഡിൽ വെക്കണം. ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്ലിറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ ഇതായിരുന്നു എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു സ്പ്ലിറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് ബാക്കി വർക്കൗട്ട് ഉണ്ട്, ചെസ്റ്റ് ആൻഡ് ബാക്ക് ആയതുകൊണ്ട്. അപ്പോൾ സീ യു അൺടിൽ നെക്സ്റ്റ് ടൈം.